ക്വാളിറ്റി കുറഞ്ഞ പ്രിന്റുകൾ കൊണ്ട് മടുത്തിരിക്കുകയാണോ നിങ്ങൾ? നിങ്ങളുടെ കയ്യിലുള്ള 3D പ്രിന്ററിന്റെ യഥാർത്ഥ പൊട്ടൻഷ്യൽ അൺലോക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അങ്ങനെയെങ്കിൽ വളരെയധികം ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പോകുന്ന 3D പ്രിന്റർ അപ്ഗ്രേഡുകളുടെ ഒരു ജേണിയിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. മൈസെൽഫ് ഹരികുമാർ. നിങ്ങളെ പോലെ തന്നെ ഒരു ബേസിക് ലെവൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രിന്റർ ആയിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അത് അത്ര നല്ലതൊന്നുമല്ല. പക്ഷേ ഇത്തരം 3D പ്രിന്റർ അപ്ഗ്രേഡുകളെ പറ്റി മനസ്സിലാക്കിയ ശേഷം എൻ്റെ കയ്യിലുള്ള 3D പ്രിന്റർക്ക് വളരെയധികം മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. സ്മൂത്തും ഫാസ്റ്റുമായ പ്രിന്റുകൾ, ഹൈ ടെമ്പറേച്ചർ റിക്വയർഡ് ആയിട്ടുള്ള ABS, PETG, കാർബൺ ഫൈബർ അടങ്ങിയ ഫിലമെന്റുകൾ, ഇതെല്ലാം തന്നെ വളരെ ഈസി ആയിട്ട് നമ്മുടെ ബേസിക് പ്രിന്ററിൽ പ്രിന്റ് ചെയ്യാൻ സാധിക്കും. വെയിറ്റ് ഇത്തരത്തിലുള്ള വലിയ അപ്ഗ്രേഡുകളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു 3D പ്രിന്ററിൽ ഏറ്റവും ബേസിക് ആയിട്ട് ഏതൊക്കെ അപ്ഗ്രേഡുകൾ ചെയ്തിരിക്കണം എന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ ഈ 3D പ്രിന്ററുകളുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ അപ്ഗ്രേഡുകൾ ചെയ്യണം എന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഓഡിയൻസിന് സ്പെഷ്യലായിട്ട് ഇത്തരത്തിലുള്ള അപ്ഗ്രേഡുകൾ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നും നമ്മൾ ഈ ജേർണിയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഗെറ്റ് റെഡി ഗൈസ്, ബിക്കോസ് ദിസ് ഈസ് എ ജേർണി ഓഫ് ട്രാൻസ്ഫോർമേഷൻ. 3D പ്രിന്റിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇത്തരം അപ്ഗ്രേഡുകളിൽ ഏത് അപ്ഗ്രേഡ് ആദ്യം ചെയ്യും, ഇത്തരത്തിലുള്ള അപ്ഗ്രേഡുകൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് സ്വയം എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നീ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇഫ് യു ആർ റെഡി, സ്മാഷ് ദാറ്റ് ലൈക്ക് ബട്ടൺ, ഗ്രാബ് യുവർ ടൂൾസ് ആൻഡ് ജോയിൻ മീ ഓൺ ദിസ് അഡ്വഞ്ചർ. ബിക്കോസ് ട്രസ്റ്റ് മീ മൈ ഫ്രണ്ട്സ്, ഇത്തരത്തിലുള്ള അപ്ഗ്രേഡുകളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ 3D പ്രിന്റിംഗിൽ നിന്നും ഒരു തിരിച്ചുപോക്ക് ഉണ്ടായിരിക്കുന്നതല്ല. സോ വൈൻഡിങ് അപ്പ്, see you soon and one upgrade at a time.